Hello students, welcome to Masterminds Education online classes. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 15th and 16th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 17th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു പാർട്ട് തന്നെ ഉള്ളൂ, അല്ല രണ്ട് പാർട്ട് ഉണ്ട്. ഇത് ഫസ്റ്റ് പാർട്ട് ഇവിടെ ഉണ്ട്, ഞാൻ സെക്കൻഡ് പാർട്ട് അപ്പുറത്താണ് കൊടുത്തിരിക്കുന്നത്, വേറെ സ്ലൈഡിലാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? If OACB is a parallelogram with vector OC is equal to vector A and vector AB is equal to vector B, then vector OA ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് OACB എന്ന് പറഞ്ഞൊരു പാരലോഗ്രാം ഉണ്ട്. അപ്പോൾ അതാണ് ഇത് തന്നിട്ടുള്ളത്. OACB ഒന്നൊരു പാരലോഗ്രാം ഉണ്ട്. അതിൽ OC എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇതിൻ്റെ ഡയഗണലായിരിക്കും അല്ലേ? ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണലായിരിക്കില്ലേ OC എന്ന് പറയുന്നത്? അതിൻ്റെ വാല്യൂ എത്രയാണ്? വെക്റ്റർ A ആണ്. OC എന്ന് പറയുന്നത് വെക്റ്റർ A ആണ്. AB എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. AB എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ B ആണെങ്കിൽ ഈ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. OAൻ്റെ ഇതാണ് കാണേണ്ടത്. OA എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ അതിൻ്റെ മുന്നേ പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒരു കാര്യം നോക്കാണ്ട് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ നോക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ A എന്ന് പറഞ്ഞിട്ട് ഒരു വെക്റ്റർ ഉണ്ട്. അതായത് A ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ഫസ്റ്റ് സൈഡാണ് A എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൈഡാണ് എന്ത്? B എന്ന് പറയുന്ന സൈഡ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? തേർഡ് സൈഡ് ഇങ്ങനെയല്ലേ വരിക? ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ. ദെൻ തേർഡ് സൈഡ് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും വരിക എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല. തേർഡ് സൈഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ രണ്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും. ഓക്കെ, അതായത് ഇതിങ്ങനെയും പോയി ഇതിങ്ങനെയും പോയി. അപ്പോൾ തേർഡ് സൈഡ് ഇങ്ങോട്ടല്ല ഡയറക്ഷൻ വരിക, മറിച്ച് എങ്ങനെയാണ് വരിക? ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? സെയിം സാധനം തന്നെയാണ് ഇത്. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങോട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇതിൻ്റെ A, B എന്ന് പറയുന്ന രണ്ട് സൈഡ്സിൻ്റെ സം ആയിരിക്കും, റിസൾട്ടൻ്റെ സൈഡായിരിക്കും ഇത് എന്ന് പറയുന്നത്. ഓക്കെ, റിസൾട്ടൻ്റ് ആയിരിക്കും ഈ സൈഡ്, തേർഡ് സൈഡ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? വെക്റ്റർ AB, അതായത് നമുക്ക് ട്രയാങ്കിൾ ഒരു നെയിം കൊടുക്കാം, OPQ. ഇവിടെ OP എന്ന് പറയുന്ന സൈഡ് വെക്റ്റർ OP പ്ലസ് വെക്റ്റർ PQ എന്ന് പറയുന്നത് എന്തായിരിക്കും? OQ ആയിരിക്കും. ഓക്കെ, അതായത് OP എന്ന് പറയുന്നതും PQ എന്ന് പറയുന്നതും ഈ രണ്ട് വെക്റ്റേഴ്സ് എന്താണ്? സെയിം ഡയറക്ഷനിലാണ്. സോ തേർഡ് സൈഡ് എങ്ങനെയാണ് വരിക? ഇത് രണ്ട് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ആണ്. സോ തേർഡ് സൈഡ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കില്ല വരിക, മറിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും അടുത്ത സൈഡ് വരിക, തേർഡ് സൈഡ് വരിക. ആ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാക്കി രണ്ട് സൈഡിൻ്റെ റിസൾട്ടൻ്റെ സൈഡായിരിക്കും, റിസൾട്ടൻ്റ് ആയിരിക്കും തേർഡ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്റ്റർ OP പ്ലസ് വെക്റ്റർ PQ ഈക്വൽ ടു എന്താണ്? വെക്റ്റർ OQ എന്ന് പറയാം. മനസ്സിലായോ? അതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. ഇനി പാരലോഗ്രാമിൻ്റെ കേസിലും അത് തന്നെയാണ്. പാരലോഗ്രാം എങ്ങനെയാണ്? ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാരലോഗ്രാം കിട്ടിയില്ലേ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? OACB എന്ന് പറഞ്ഞൊരു പാരലോഗ്രാം ഉണ്ടെങ്കിൽ ഇവിടെ ഈ സൈഡ് അല്ല തന്നിട്ടുള്ളത്, പാരലോഗ്രാമിൻ്റെ സൈഡ് അല്ല തന്നിട്ടുള്ളത്, മറിച്ച് അതിൻ്റെ ഡയഗണലിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അതായത് OC എന്ന് പറയുന്നത് വെക്റ്റർ A ആണ്, AB എന്ന് പറയുന്നത് വെക്റ്റർ B ആണ്. അങ്ങനെയാണെങ്കിൽ OA കാണണം. അപ്പോൾ ഇതിന് നമുക്കൊരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. ഇതിനെ OC എന്ന് പറയുന്നത് എന്തായിരിക്കും? OC എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കും. ഇത് OC ആണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഇനി CO എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇത് OC. ഇനി CO എന്ന് പറയുകയാണെങ്കിൽ വെക്റ്റർ CO എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ, CO. ഓക്കെ, അങ്ങനെയാണ് ഡയറക്ഷൻ നോക്കുക. അതായത് OC എന്ന് പറയുകയാണെങ്കിൽ O to C ഈ ഡയറക്ഷനിൽ, CO എന്ന് പറയുകയാണെങ്കിൽ C to O. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനൊരു ട്രയാങ്കിൾ ആക്കിയിട്ട് എടുക്കാം.
ഇതിനൊരു ട്രയാങ്കിൾ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന് എന്ത് കിട്ടും? ഒ സിന്റെ വാല്യൂ എന്താണ്? ഇത് ഈ ഡയറക്ഷനിലായിരിക്കും, ഇത് ഈ ഡയറക്ഷനിലായിരിക്കും. ഒ എ സി എന്ന് പറയുന്നത് എന്താണ്? ഒ എ പ്ലസ് എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്റ്റർ ഒ സി ആയിരിക്കും അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണ്. സോ തേർഡ് സൈഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇത് കാണുന്നില്ലേ? എഴുതിയത് കാണുന്നില്ല എല്ലാവർക്കും? വെക്റ്റർ ഒ സി എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ഒ സി ഈസ് ഈക്വൽ ടു വെക്റ്റർ ഒ എ പ്ലസ് വെക്റ്റർ എ സി. ഓക്കെ, ഇവിടെ ഈ എ സി എന്ന് പറയുന്ന സൈഡ് എന്താണ്? ഒ ബി. എ സി ഈക്വൽ ടു വെക്റ്റർ ഒ ബി ആണ്. ഈ രണ്ട് സൈഡും ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒ സി ഈക്വൽ ടു ഒ എ പ്ലസ് ഒ ബി വിച്ച് ഇസ് ഈക്വൽ ടു വെക്റ്റർ എ തന്നിട്ടുണ്ട് അല്ലേ? ഒ സിന്റെ വാല്യൂ എന്താണ്? വെക്റ്റർ എ എന്ന് പറഞ്ഞിട്ടില്ലേ? വെക്റ്റർ ഒ സി ഈസ് ഈക്വൽ ടു വെക്റ്റർ എ. അപ്പോൾ ഒ സി ഈക്വൽ ടു ഇവിടെ എ സിക്ക് എ സി ഈക്വൽ ടു ഒ ബി ആയതുകൊണ്ട് ഇവിടെ എ സിക്ക് പകരം ഒ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഒ സി ഈക്വൽ ടു വെക്റ്റർ ഒ എ പ്ലസ് വെക്റ്റർ ഒ ബി ഈക്വൽ ടു വെക്റ്റർ എ എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, എ ഒ പ്ലസ് ഒ ബി, വെക്റ്റർ എ ഒ പ്ലസ് വെക്റ്റർ ഒ ബി ഈക്വൽ ടു എ ബി ഡാഷ്. അതായത് നമ്മൾ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം ഇവിടെ. സോറി, ട്രയാങ്കിൾ അല്ല, പാരലോഗ്രാം. ഓക്കെ, എന്തായിരുന്നു? ഒ എ സി ബി ഇതായിരുന്നു എന്ത്? വെക്റ്റർ എ. ഒ സി എന്ന് പറയുന്നതാണ് വെക്റ്റർ എ ബി എന്ന് പറയുന്നതാണ് എന്ത്? വെക്റ്റർ ബി. അപ്പോൾ ഒ സി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലും എ ബി എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലല്ലേ വരിക അല്ലേ? ഈ ഡയറക്ഷനല്ലേ വരിക. ദെൻ ഒ എ ഈ ഡയറക്ഷൻ, ഒ സി ഈ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ, എ ഒ പ്ലസ് ഒ ബി ഈക്വൽ ടു വെക്റ്റർ എ ബി അല്ലേ? അതായത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടത് അവിടെ നിൽക്കട്ടെ. ഇതിനെന്ത് ചെയ്യാം? എ ഒ പ്ലസ് ഒ ബി. ഒ ബി എന്ന് പറയുന്നത് എ സിയുടെ സെയിം ഡയറക്ഷനിലാണെന്ന് കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടില്ലേ? വെക്റ്റർ ഈ എ സി, വെക്റ്റർ എ സി ഈക്വൽ ടു വെക്റ്റർ ഒ ബി എന്ന് എഴുതിയില്ലേ? അപ്പോൾ എ സിന്റെ ഡയറക്ഷനും ഒ ബിയുടെ ഡയറക്ഷനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? ഈ രണ്ട് ഡയറക്ഷൻ എ ഒ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലേ ഡയറക്ഷൻ വരിക. ഒ എ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, എ ഒ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. അപ്പോൾ വെക്റ്റർ എ ഒ പ്ലസ് വെക്റ്റർ എ ഒ ബി, അതായത് ഇങ്ങനെ വരും. എ ഒ ഒരു ട്രയാങ്കിൾ ആണ്, ഇത് ബി. അപ്പോൾ ഒ ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണ്. സോ എ ബി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ വെച്ചിട്ട് ഇതെന്താ കിട്ടുക? എ ഒ പ്ലസ് ഒ ബി ഈക്വൽ ടു വെക്റ്റർ എ ബി എന്ന് എഴുതിക്കൂടെ? വെക്റ്റർ എ ഒ പ്ലസ് വെക്റ്റർ ഒ ബി ഈക്വൽ ടു വെക്റ്റർ എ ബി എന്ന് എഴുതിക്കൂടെ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വെക്റ്റർ എ ഒ പ്ലസ് വെക്റ്റർ ഒ ബി ഈക്വൽ ടു വെക്റ്റർ എ ബി. വെക്റ്റർ എ ബി എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ബി ആണ് അല്ലെ? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വെക്റ്റർ എ ബി എന്ന് പറയുന്നത് വെക്റ്റർ ബി ആണ്. സോ അതിന് വെക്റ്റർ ഒ എ പ്ലസ് വെക്റ്റർ ഒ ബി ഈക്വൽ ടു വെക്റ്റർ ബി എന്ന് എഴുതാം. ഇനി ഒരു ഇത് നോക്കിക്കേ, നമുക്കിപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത്? ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് കിട്ടിയിട്ടുള്ളത്? വെക്റ്റർ ഒ എ പ്ലസ് വെക്റ്റർ ഒ ബി ഈക്വൽ ടു വെക്റ്റർ ബി. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? വെക്റ്റർ ഒ എ പ്ലസ് വെക്റ്റർ ഒ ബി ഈക്വൽ ടു വെക്റ്റർ എ ആയിരുന്നു നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? എ ഒ ആണുള്ളത്. അപ്പോൾ നമുക്ക് വെക്റ്റർ ഒ എന്റെ ടേംസിലാക്കണം. എന്നാൽ നമുക്ക് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടിനെയും സെയിം ടേംസിലാക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വെക്റ്റർ ഒ എ ഉണ്ട്, ഇവിടെ എ ഒ ആണുള്ളത്. ഇവിടെ വെക്റ്റർ ഒ ബി ഉണ്ട്, ഇവിടെ വെക്റ്റർ ഒ ബി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വെക്റ്റർ എ ഒനെ വെക്റ്റർ ഒ എ എന്നുള്ളതിൻ്റെ ടേംസിലേക്ക് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാം? വെക്റ്റർ എ ഒ എന്നെടുക്കാം. ഓക്കെ, വെക്റ്റർ എ ഒ എന്നാക്കിയിട്ട് എടുക്കുമ്പോൾ വെക്റ്റർ ഒ എ എന്നാക്കിയിട്ട് എടുക്കാം. വെക്റ്റർ ഒ എ എന്നാക്കിയിട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും ഡയറക്ഷൻ വരിക?
ഈ ഡയറക്ഷനല്ലേ വരിക വെക്റ്റർ ഒ എ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് ഈ ഡയറക്ഷനിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് വരിക, വെക്റ്റർ ഒ ബി ഈ ഡയറക്ഷനിലും വെക്റ്റർ ഒ എ ഈ ഡയറക്ഷനിലുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, വെക്റ്റർ ഒ ബി മൈനസ് വെക്റ്റർ ഒ എ ഈക്വൽ ടു എ ബി വെക്റ്റർ എ ബി എന്ന് എഴുതാം. ഓക്കെ, അതായത് അതെങ്ങനെയാണ് വന്നത്, ഇവിടെ ഇപ്പോൾ ഒ എ എന്ന് പറയുന്ന വെക്ടറും എ ബി എന്ന് പറയുന്ന വെക്ടറും എന്താണ്, സെയിം ഡയറക്ഷനിലാണ്. ഒ ബി എന്നുള്ള വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സമ്മ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ വെച്ചിട്ട് ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണ് അല്ലേ, ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടുമാണ്. ദെൻ ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. വെക്ടർ ഒ ബി എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, വെക്ടർ ഒ എ പ്ലസ് വെക്ടർ എ ബി ഈക്വൽ ടു വെക്ടർ ഒ ബി എന്ന് കിട്ടി. അതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് നമുക്ക് ഒ എൻ്റെയും ഒ ബി ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, ഒ എ പ്ലസ് വെക്ടർ ഒ എ പ്ലസ് വെക്ടർ ഒ ബി ഈക്വൽ ടു വെക്ടർ എ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വെക്ടർ ഒ എ പ്ലസ് വെക്ടർ ഒ ബി എന്നുള്ള പോലെ ആ ഒരു ടേംസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുക. കാരണം വെക്ടർ എ ബിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, വെക്ടർ ബി ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ കിട്ടും, വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ വിച്ച് ഇസ് ഈക്വൽ ടു വെക്ടർ എ ബി എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ വിച്ച് ഇസ് ഈക്വൽ ടു വെക്ടർ ബി എന്ന് കിട്ടി. അങ്ങനെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. എന്ത്, വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ ഇസ് ഈക്വൽ ടു വെക്ടർ ബി. ക്ലിയർ ആണോ? അതായത് ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി. ഇത് സെക്കൻഡ് ഇക്വേഷനാണ്, ഇത് ഫസ്റ്റ് ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ഇവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യുക. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, ഒ എ പ്ലസ് ഒ ബി വെക്ടർ ഒ എ പ്ലസ് വെക്ടർ ഒ ബി ഇസ് ഈക്വൽ ടു വെക്ടർ എ മൈനസ് ഇവിടെ എന്താണ് മൈനസ് ചെയ്യണം. പിന്നെ ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്, മൈനസ് ഒ എ പ്ലസ് ഒ വെക്ടർ, അതായത് മൈനസ് വെക്ടർ ഒ എ പ്ലസ് വെക്ടർ ഒ ബി ഈക്വൽ ടു വെക്ടർ ബി. ഇതിന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, വെക്ടർ എ മൈനസ് വെക്ടർ ബി. ഇവിടെ വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ ബി, ഇത് രണ്ടും ക്യാൻസലായി 0 വന്നു. ഇവിടെ എന്തുണ്ടാവും, വെക്ടർ ഒ എ മൈനസ് മൈനസ് വെക്ടർ ഒ എ. അപ്പോൾ എന്ത് വരും, രണ്ടും കൂടെ രണ്ട് പ്ലസ് മൈനസും കൂടെ ആഡ് ചെയ്തിട്ട് പ്ലസ് ആവും. അപ്പോൾ എന്ത് കിട്ടി, 2 വെക്ടർ ഒ എ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ 2നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി, വെക്ടർ ഒ എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ എ മൈനസ് വെക്ടർ ബി ബൈ 2. ഓക്കെ, അപ്പോൾ നമ്മൾ വെക്ടർ ഒ ൻ്റെ വാല്യൂ എത്രയായിരിക്കും, വെക്ടർ എ മൈനസ് വെക്ടർ ബി ബൈ 2 ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അതായത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ, ഒ എ സി ബി എന്ന് പറഞ്ഞിട്ടൊരു പാരലോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൽ ഒ സിൻ്റെ രണ്ട് ഡയഗണൽസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഒ സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എ ബിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഒ എൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്തായിരുന്നു, ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഒ എ ഒ എ ബി എന്നുള്ള ഡയറക്ഷനിലാണെങ്കിൽ ഈ തേർഡ് സൈഡ് എന്തായിരിക്കും, ഈ രണ്ട് സൈഡിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും. അതെന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ വെക്ടർ ഒ എ പ്ലസ് വെക്ടർ ഒ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് വെക്ടർ ഒ എ പ്ലസ് വെക്ടർ എ ബി ഈക്വൽ ടു എന്തായിരിക്കും, വെക്ടർ ഒ ബി ആയിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ഇതിൻ്റെ ലെങ്ത് ഒ എൻ്റെ ലെങ്ത് എന്നാണ് വെക്ടർ എ ബിൻ്റെ ഇത് പറയുന്നത് വെക്ടർ ബി. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ഇതെന്ന് പറയുന്നത് തേർഡ് സൈഡ് എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും. നമുക്ക് എങ്ങനെ എഴുതാം, വെക്ടർ ആർ എന്ന് എഴുതാം. റിസൾട്ടൻ്റ് സൈഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വെക്ടർ ആർ എന്നാണ്. സോ ഇവിടെ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ ആർ എന്ന് കിട്ടി. അതുപോലെ നമ്മൾ ഇതിനെ ഒരു ട്രയാങ്കിൾ ആക്കിയിട്ട് എടുക്കാം. ഇത് ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ ആണ്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ,
അപ്പോൾ ഇതിനെ നമുക്കൊരു ട്രയാങ്കിൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വെക്റ്റർ ഒ സി എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് സൈഡിന്റെ സം അല്ലേ? അല്ലേ? അപ്പോൾ ഈ രണ്ട് സൈഡിന്റെ സം ആയതുകൊണ്ട് വെക്റ്റർ ഒ സി ഈസ് ഈക്വൽ ടു വെക്റ്റർ ഒ എ പ്ലസ് വെക്റ്റർ എ സി. അപ്പോൾ എ സി എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ എ സി എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ഒ ബി ആണ്. അപ്പോൾ വെക്റ്റർ ഒ ബിയുടെ ടേമിലാക്കി എഴുതി കഴിഞ്ഞാൽ വെക്റ്റർ ഒ എ പ്ലസ് വെക്റ്റർ ഒ ബി ഈക്വൽ ടു വെക്റ്റർ എ എന്ന് കിട്ടി. ദെൻ അടുത്തത് എങ്ങനെയാണ് എഴുതുന്നത്? ഇപ്പുറത്ത് അതായത് എ ബി എന്നുള്ള വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? വെക്റ്റർ എ ഒ പ്ലസ് വെക്റ്റർ ഒ ബി ഈക്വൽ ടു വെക്റ്റർ എ ബി എന്ന് എഴുതാം. ദെൻ നമുക്ക് അതിനെ എ ഒ, ഇവിടെ എ ആണ്, കഴിഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? വെക്റ്റർ ഒ എ ആണ്. അപ്പോൾ രണ്ടിനും ഒ എ എന്നുള്ള ടേംസിലേക്ക്, ഒ എ ആൻഡ് ഒ ബിൻ്റെ ടേംസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് വരും? വെക്റ്റർ ഒ ബി, അതായത് ആ ഇവിടെ മൈനസ് വന്നത് എങ്ങനെയെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ നേരത്തെ, അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വെക്റ്റർ ഒ ബി മൈനസ് വെക്റ്റർ ഒ എ ഈക്വൽ ടു വെക്റ്റർ ബി. ദെൻ രണ്ട് ഇക്വേഷനെയും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വെക്റ്റർ ഒ എൻ്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, എങ്ങനെയാ വന്നത് മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ട് കേട്ടോ. പിന്നെ അതിൽ 17th ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടാണ്. ഇഫ് വെക്റ്റർ എ ഈക്വൽ ടു 2i cap minus j cap plus 2k cap and vector b equal to minus i cap plus j cap minus k cap, then the unit vector in the direction of vector a plus vector b is. അതായത് രണ്ട് വെക്റ്റർ തന്നിട്ടുണ്ട്. വെക്റ്റർ എ എന്ന് പറയുന്നത് എന്താണ്? 2i cap minus j cap plus 2k cap ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസിലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ ആണ്. ജെ എന്ന് പറയുന്നത് വൈ ആക്സിസിലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ ആണ്. കെ എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ആക്സിസിലുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന വെക്റ്റർ എന്താണ്? എ എന്ന് പറയുന്ന വെക്റ്ററിന്റെ വാല്യൂ ആണ് ഇത്. ബി എന്ന് പറയുന്ന വെക്റ്ററിന്റെ വാല്യൂ ആണ് ഇത്. ദെൻ ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി. അപ്പോൾ വെക്റ്റർ എ എന്ന് പറയുന്നത്, വെക്റ്റർ ബി എന്ന് പറയുന്നത് ഇത്, എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കില്ലേ? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. വെക്റ്റർ എന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വെക്റ്റർ ബിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ് കാണേണ്ടത്? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ആണ്. യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യാം? ജസ്റ്റ് രണ്ടിനെയും വെക്റ്റർ എനെയും വെക്റ്റർ ബിനെയും സം ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിങ്ങനെ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ എന്റെ വാല്യൂ വെക്റ്റർ ബിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് സം ചെയ്യാം. അതായത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇവിടെ എന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ബിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്റെ വാല്യൂ ആണ്, ഇതെന്താണ്? ബിയുടെ വാല്യൂ ആണ്. ഇനി എന്ത് ചെയ്യാം? ഇതിലുള്ള ഐ ടേമും മാത്രം എടുക്കുക. ഓക്കെ, അതായത് എന്ത് കിട്ടും? 2i മൈനസ് 2i ക്യാപ് മൈനസ് ഐ ക്യാപ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഐ വിത്ത് റെസ്പെക്ട് ടു ഈ ഐനെ ഐ ആയിട്ട് മാത്രം ഇവാലുവേറ്റ് ചെയ്യുക. ജെ ജെ കെ കെ അങ്ങനെയാണ് ചെയ്യുന്നത്, ഒന്നിച്ചല്ല. ഇവിടെ എന്ത് ചെയ്യാം? നമ്മൾ എക്സ് വൈ സെറ്റ് ചെയ്യില്ല, അതേപോലെ തന്നെ ഇവിടെ 2i മൈനസ് ഇവിടെ ഐ മൈനസ് ഐ ഉണ്ട്. സോ 2i അഡീഷണൽ, അപ്പോൾ 2i പ്ലസ് മൈനസ് ഐ മൈനസ് ഐ ക്യാപ് പ്ലസ് ഇവിടെ എന്തുണ്ട്? മൈനസ് ജെ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് 2k ക്യാപ് പ്ലസ് മൈനസ് കെ ക്യാപ്. ഓക്കെ, അപ്പം എന്ത് കിട്ടും? 2i മൈനസ് ഐ എന്താണ്? ഐ ക്യാപ്പ് എന്ന് കിട്ടി. മൈനസ് ജെ പ്ലസ് ജെ 0j പ്ലസ് 2k മൈനസ് കെ എന്ത് കിട്ടി? കെ ക്യാപ്പ് കിട്ടി. അപ്പോൾ നമ്മുടെ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബിൻ്റെ വാല്യൂ എന്താണ്? ഐ ക്യാപ്പ് പ്ലസ് 0j ക്യാപ്പ്, അപ്പം പ്ലസ് കെ ക്യാപ്പ്. അപ്പോൾ നമുക്ക് ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് എന്ന് കിട്ടും. സോറി, ഐ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് എന്ന് കിട്ടും. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി എന്ന് പറയുന്നത് എന്താണ്? ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് ആണ്. ക്ലിയർ? മനസ്സിലായോ? ഒന്നുമില്ല, നമുക്കിവിടെ
വെക്ടർ എ പ്ലസ് വെക്ടർ ബി രണ്ട് വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ് വെക്ടറിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്യാം. ഓക്കെ, അത് ഇവിടെ കറസ്പോണ്ടിങ് ടേംസ് ആയിട്ടാണ് കേട്ടോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഐയുമായിട്ട് ജെ, ഇവിടെയുള്ള ജെ ആയിട്ട് കെ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇവിടെ എ പ്ലസ് വെക്ടർ ബി കിട്ടി. ഇനി എന്താണ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ എഴുതാം, വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡിവൈഡ് ബൈ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ അല്ലേ, യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി, അതായത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ വെക്ടർ എ പ്ലസ് വെക്ടർ ബി കിട്ടിയിട്ടുണ്ട്. ഇനി മാഗ്നിറ്റ്യൂഡ് കാണാൻ മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യാം, ഇവിടെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് കാണാൻ റൂട്ട് ഓഫ്, ഇവിടെ ഇതിന്റെ കോയിഫിഷ്യൻസ് എന്താണ്, ഐന്റെ കോയിഫിഷ്യന്റ് എന്താണ് 1 ആണ്, ജെന്റെ കോയിഫിഷ്യന്റ് 0 ആണ് ആൻഡ് കെന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. കോയിഫിഷ്യൻസിനെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാം, ദെൻ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. അങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കാണാം അല്ലേ, അങ്ങനെയല്ലേ കാണാറ്. അപ്പോൾ ഇവിടെ എന്താണ്, ഐന്റെ കോയിഫിഷ്യന്റ് 1 ആണ്, ജെൻ്റെത് 0 ആണ്, കെൻ്റെത് 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 എന്ന് കിട്ടി. ദെൻ അതിന് സ്ക്വയർ റൂട്ട് എടുക്കാം. 2ന്റെ സ്ക്വയർ റൂട്ട് ഒരു ഡെസിമൽ വാല്യൂ അല്ലേ വരിക, 1.72 അങ്ങനെയല്ലേ വരിക, സോറി 1.141 അങ്ങനെയല്ലേ വരിക. അപ്പോൾ റൂട്ട് 2 തന്നെ എഴുതാം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്താണ് കിട്ടിയത്, റൂട്ട് 2. ദെൻ റിക്വയർഡ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാം, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ആണ്, ദാറ്റ് ഇസ് മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അപ്പോൾ ഇവിടെ എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്താ കിട്ടിയത്, റൂട്ട് 2. അപ്പോൾ 1/√2 ഇൻറ്റു ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഐ പ്ലസ് 0j പ്ലസ് കെ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടി, അതായത് ഈ 1/√2നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 1/√2 ഇൻറ്റു ഐ ക്യാപ് പ്ലസ് 1/√2 ഇൻറ്റു കെ ക്യാപ്. ഓക്കെ, അത് ഏതാണ് ഓപ്ഷൻ, ഓപ്ഷൻ എ ആണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ എ. അതായത് എന്താണ് ക്വസ്റ്റ്യൻ, വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് വെക്ടർ വെക്ടർ എ പ്ലസ് വെക്ടർ ബിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാനാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, രണ്ടിനെയും കൂടെ ആഡ് ചെയ്യാം, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ചെയ്യാം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടി. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. ദെൻ റിക്വയർഡ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞ് എന്ത് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ചെയ്യാം. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ റിക്വയർഡ് യൂണിറ്റ് വെക്ടർ കിട്ടി. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ഓപ്ഷൻ ഏതാണ്, നമുക്ക് ഇവിടെ ഈ ഓപ്ഷൻ വരുന്നത് ഏതാണ്, നമ്മൾ ആൻസറിൽ ഓപ്ഷൻ എ ആണ് അല്ലേ, ഓപ്ഷൻ എ അല്ലേ, 1/√2 ഐ ക്യാപ് പ്ലസ് 1/√2 കെ ക്യാപ് എന്ന് പറയുന്നത് അല്ലേ, ഓപ്ഷൻ എ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻ നമ്മൾ ട്രയാങ്കിൾ ഓഫ് ഫാക്ടറൈസേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.